വീട്ടിലിരുന്ന് മടുത്തപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയി എഴുമാന്ത്രത്തിലേക്ക്. മഴക്കാലമായാലും ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. മിക്ക ദിവസങ്ങളിലും ആരുടെയെങ്കിലൊക്കെ സ്റ്റാറ്റസിലെ സ്റ്റോറിയിലോ ഞാൻ ഈ സ്ഥലം കാണാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്തൊക്കെയായാലും ഇവിടെ പോയിട്ട് ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിറങ്ങിയത്. ഞാൻ ശമ്പവും കൂടിയാണ് അങ്ങോട്ട് പോയത്. ആദ്യം ഞങ്ങൾ ചെന്ന സ്ഥലത്ത് കൂടി വണ്ടി വെച്ചിട്ട് കുറച്ച് നടപ്പ് കൂടുതലുള്ളതുകൊണ്ട് നൈസായിട്ട് വണ്ടി തിരിച്ച് ചുറ്റിക്കറങ്ങി ഞങ്ങൾ വേറൊരു വഴിക്കാണ് പോയത്. വണ്ടി ഏതായാലും വെള്ളത്തിലോട്ട് ഇറക്കാതെ സേഫ് ആയിട്ട് വെച്ചു. കാരണം എന്തിനാ വെറുതെ പണി വാങ്ങിക്കുന്നത്. ഞങ്ങൾ നടക്കുന്ന വഴിയിലൊക്കെ വെള്ളത്തിൽ പറ്റ കൂട്ടത്തോട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോൾ തോട്ടിൽ നിന്ന് പാടത്തേക്ക് വെള്ളം നല്ല ഫോഴ്സിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നടന്നു പോയപ്പോൾ രണ്ട് പയ്യന്മാർ വണ്ടിയായിട്ട് ഈ വെള്ളത്തിൽ കൂടി പോയത്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവരുടെ വണ്ടി വെള്ളത്തിൽ വെച്ച് ഓഫായി. അപ്പോഴാണ് എന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് തോന്നിയത്. ഇവിടെ ചൂണ്ടയിടാൻ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. കാരണം കുറെ അധികം പേർ ഇവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അതുപോലെ വരുന്ന വഴിക്കും കുറെ പേരെ ഇതുപോലെ കണ്ടായിരുന്നു. വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടവും റോഡും പ്രകൃതിയും പിന്നെ കാലാവസ്ഥയും ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും എല്ലാം നമ്മളെ ഒന്ന് റിഫ്രഷ് ആക്കും. നമ്മുടെ വീടിനടുത്തുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒറ്റക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ചെറിയ യാത്രയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. ഞങ്ങൾ ആദ്യം വന്നത് ഇത് അവിടെയാണ്. പിന്നീടാണ് നമ്മൾ ഇപ്പോൾ വന്ന വഴി കറങ്ങിയെത്തിയത്. ഇവിടെ നമ്മൾ മഴയും വെള്ളവും പ്രകൃതിയും ഒക്കെ കണ്ട് സന്തോഷിക്കുമ്പോൾ ഇതേ വെള്ളം കാരണം സ്വന്തം വീട്ടിൽ കഴിയാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുക്കളുടെ വീടുകളിലും ഒക്കെ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അവിടെയാണ് ജീവിതത്തിന്റെ ഒരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന അതേ സമയം മറ്റൊരാളുടെ ജീവിതത്തിൽ അതൊരു കഷ്ടപ്പാടിന്റെ സമയമായിരിക്കും. എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതേസമയം നമ്മളെക്കാൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കൂടി ഓർക്കണം. ചില യാത്രകൾ നമ്മളെ പുതിയ സ്ഥലങ്ങൾ കാണിക്കാനാണ്. എന്നാൽ ചില യാത്രകൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.